ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഫിനിഷിങ്ങിലുള്ള ഒരു അടിപൊളി നെക്ലേസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിനുവേണ്ടി ഇതുപോലൊരു പേപ്പർ ക്യാൻവാസ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇതുപോലുള്ള ക്ലോത്ത് ബാഗ് ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതാണ് ഒന്നുകൂടെ ബെറ്റർ. അപ്പം എൻ്റെ അടുത്ത് വൈറ്റ് കളർ ക്ലോത്ത് ബാഗ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ പേപ്പർ ക്യാൻവാസുമാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ഈ B7000 ഗ്ലൂ ആണ് ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ കുറച്ച് ഹാഫ് ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ഹോളൊക്കെ ഉള്ള ബീഡ് തന്നെയാണ്. ഇനി നമുക്കിതുപോലെയുള്ള സ്റ്റോൺ ചെയിനാണ് വേണ്ടത്. പിന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഹാഫ് ബീഡ് അതിൻ്റെ സെൻറ്ററിലൊന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ സ്റ്റോൺ ചെയിൻ്റെ മുകളിൽ നിന്ന് 10 സ്റ്റോൺ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ബീഡിൻ്റെ മുകളിലൊന്ന് ഇതുപോലെ റൗണ്ടിൽ വെച്ച് നോക്കിയിട്ട് എത്ര സ്റ്റോൺ വേണമെന്ന് നോക്കിയിട്ടാട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഈസി ആയിട്ട് സർക്കിളായിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. നമുക്കിതുപോലെ ഒന്നുകൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിന് വേണ്ടി ഇതുപോലെ നമ്മളൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഹാഫ് ബീഡൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത സ്റ്റോൺ ചെയിൻ അതിന് ചുറ്റും സർക്കിളായിട്ട് വരുന്ന രീതിയിലാണ് ഒന്ന് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിതുപോലെ വെച്ചെടുത്തിട്ട് നമുക്ക് കത്രിക എന്തെങ്കിലും ഷാർപ്പുള്ളത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഡ്രൈ ആയതിനു ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിതുപോലെ കുറച്ചധികം തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എല്ലാ പീസസും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളെ ക്യാൻവാസിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റോൺ ചെയിൻ ഒരു നെക്ലസിൻ്റെ ഡിസൈനിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഇതുപോലെ വെച്ച് നോക്കിയിട്ടുണ്ട്. നമ്മൾ 2 ലെയറായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ക്യാൻവാസിൻ്റെ മുകളിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ ഷേപ്പിൽ തന്നെയാണ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമുക്കിനി വേണമെങ്കിൽ സ്റ്റോൺ ചെയിൻ 3 ലെയറൊക്കെ ആയിട്ട് ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ 2 ലെയറായിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. നമുക്ക് അതേ ഷേപ്പിലൊന്ന് ഒട്ടിച്ചെടുക്കാം. നമുക്കിതുപോലെ കത്രിക അല്ലെങ്കിൽ പേന എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് അടുത്ത ലെയറും അതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ സ്റ്റോൺസ് ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പം നമ്മൾ ഓരോ സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഒട്ടിച്ചെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ എടുത്തെടുത്തായിട്ട് വെച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മളിപ്പോൾ ഇതുപോലെ ഓരോ സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് നല്ല ഫിക്സ് ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്ലേസിൻ്റെ എൻഡിൽ 2 ഐപ്പിന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ജ്വല്ലറിയൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ബട്ടൺ ഹൗസിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ നെക്ലേസിൻ്റെ സ്റ്റോൺ ചെയിൻ്റെ അടിയിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഐപ്പിന്നിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മളെ ചെയിനിൻ്റെ അടിയിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ 2 സ്റ്റോൺ ചെയിൻ്റെ ഇടയിൽ വരുന്ന രീതിയിൽ വെച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ ക്യാൻവാസ് പേപ്പറിൻ്റെ നമ്മൾ സ്റ്റോൺ ചെയിൻ്റെ ഇടയിൽ വരുന്ന രീതിയിൽ ഇതുപോലെയാണ് ഒട്ടിച്ചെടുക്കുന്നത്.
നമുക്ക് മറ്റേ സൈഡിൽ ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് ഇയറിങ്സ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് 2 സ്റ്റോൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഐപ്പിന്നിൻ്റെ എൻഡൊന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഐപ്പിന് നമ്മൾ ആ സ്റ്റോണിൻ്റെ അടിയിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. നമുക്ക് റൗണ്ടിലൊരു ക്യാൻവാസ് പീസ് കൂടെ കട്ട് ചെയ്തെടുക്കാം. സെൻറ്ററിൽ ഇതുപോലെ ഒരു ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മളെ ഇയറിങ്ങിൻ്റെ അടിയിലായിട്ടാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കാം. നമുക്ക് ഒട്ടിച്ചിട്ട് എക്സ്ട്രാ ഉള്ള പേപ്പർ കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ സ്റ്റഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നെക്ലസിൻ്റെ പാറ്റേൺ ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് അതിനിടയിലുള്ള പേപ്പറൊക്കെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ഞാൻ ഇതുപോലൊരു പെൻ നൈഫാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ബ്ലേഡ് വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നല്ല ഷാർപ്പ് എഡ്ജുള്ള കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ അതിൻ്റെ കറക്റ്റ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്കിതുപോലെ ഫുള്ളായി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എൻഡിൽ ആ കുളത്ത് പോലെ വെച്ച ഭാഗത്ത് നമുക്ക് ചെയിൻ ഒന്ന് വെച്ചെടുക്കാം. നമ്മൾ നെക്ലേസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള. പിന്നെ അതുപോലെ ഒരു കുളത്തും വെച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ ഇതുപോലെ ചെയിൻ വെച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡിൽ നമ്മൾ നെക്ലസിന് കുളത്തൂടെ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നെക്ലേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്ലേസും 2 സ്റ്റഡും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായിട്ടുള്ള നെക്ലേസ് ഇയറിങ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നെക്ലേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 മീറ്റർ സ്റ്റോൺ ചെയിനാണ് കേട്ടോ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റോൺ ചെയിന് മീറ്ററിന് 30 രൂപയെ വരുന്നുള്ളൂ. നമുക്ക് ബട്ടൺ ഹൗസിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് 30 രൂപ ഉണ്ടെങ്കിൽ ജ്വല്ലറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഫിനിഷിങ്ങിൽ ലുക്കിലുള്ള അടിപൊളി നെക്ലേസ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള മോഡലിൽ നമ്മൾ ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുട്ടികൾക്കും വലിയവർക്കൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതിലേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.